അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഈ ഒരു വിഷയം എല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ടതാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണ് നമ്മുടെ മക്കൾ, അവരുടെ വിവാഹം. അതൊരു സ്വപ്നമാണ് നമ്മുടേതൊക്കെ. ആ ഒരു സ്വപ്നം തകർന്ന ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ നിങ്ങളും ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ വിവാഹം കഴിഞ്ഞ് വെറും 39 ദിവസമായിരിക്കെ 19കാരിയായ ഫാത്തിമ ഈ ബലിപെരുന്നാളിന്റെ രാത്രി സ്വന്തം വീട്ടിൽ വെച്ച് ജീവനൊടുക്കി. അങ്ങനെയാണ് നമ്മൾ വാർത്ത കേട്ടത്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും കഥ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മക്കളെ കെട്ടിച്ചു വിടുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം. ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാത്ത കാലഘട്ടമാണ്. ആളുകൾ പല രൂപത്തിലും പല കോലത്തിലും പാവപ്പെട്ടവരായ നമ്മുടെ അടുത്തേക്ക് വരും, പലതും കാണിച്ച് കണ്ണ് മഞ്ഞളിച്ചു പോകരുത് എന്ന്. തൃക്കുന്നപ്പുഴ പാനൂര് കൊല്ലന്റെ അടുത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ അബ്ദുൽ നാസറിന്റെ മകളാണ് ഈ 19 വയസ്സുകാരിയായ ഫാത്തിമ. ഫാത്തിമക്ക് ഒരു ആലോചന വരികയാണ്, കല്യാണാലോചന. ചെറുക്കനെ അന്വേഷിച്ചപ്പോൾ അടിപൊളി ചെറുക്കൻ, പുന്നപ്പറ വലിയ പറമ്പ് നൗഫൽ മൻസിലിൽ മുഹമ്മദ് നൗഫലായിരുന്നു ചെറുക്കൻ. ചെറുക്കനെ കുറിച്ച് അറിഞ്ഞത്, ചെറുക്കൻ വലിയ പണക്കാരനാണ്, പരിഷ്കാരിയാണ്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ജോലിയാണെങ്കിൽ സ്വന്തമായി വലിയൊരു സ്ഥാപനവുമുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി. പാവപ്പെട്ടവനായ മത്സ്യത്തൊഴിലാളിയായ ഫാത്തിമയുടെ ഉപ്പക്ക് പിന്നെ എന്തു വേണം? വേറെ ഒന്നും നോക്കിയില്ല. സംഭവം ഇതങ്ങ് ഉറപ്പിച്ചേക്കാമെന്ന് കരുതി ആ കല്യാണം നടത്താനുള്ള നെട്ടോട്ടമായിരുന്നു കുറച്ചു ദിവസം. ചെറുക്കൻ സ്ത്രീധനമായി ചോദിച്ചത് 11.5 ലക്ഷം രൂപയും സ്വർണവും. എന്തെന്നായാലും പൂത്ത പണക്കാരനല്ലേ, സ്വന്തം മകളുടെ ജീവിതമല്ലേ വലുത്. ഒന്നും നോക്കിയില്ല, അവിടുന്നും ഇവിടുന്നും ഒപ്പിച്ച് കല്യാണം അങ്ങ് നടത്തി. എത്ര കൊടുത്തത്? 11.5 ലക്ഷം രൂപ. എല്ലാ ഉപ്പമാരും അങ്ങനെ തന്നെയാണ്. മക്കളുടെ നല്ലൊരു ജീവിതമാണ് അവരുടെ സ്വപ്നം. ഇവനാണെങ്കിൽ എല്ലാമുണ്ട്. നല്ല കോട്ടും സൂട്ടും ഇട്ട ഒരു അടിപൊളി ചെറുപ്പക്കാരൻ, പരിഷ്കാരി, സ്വന്തമായി കാറും സ്വന്തമായി സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? 11.5 ലക്ഷം കൊടുത്താലും എന്താ? ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മളടക്കം രക്ഷപ്പെടാൻ പോവുകയല്ലേ, നമ്മുടെ മോളല്ലേ. ഇതൊക്കെയാണ് എല്ലാ ഉപ്പന്മാരുടെയും ചിന്ത. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്കൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുള്ളൂ. ആരുടെയോ കയ്യിൽ എന്തൊക്കെയോ കണ്ട് നമ്മൾ കൊതിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ പക്കൽ വേണം. പുതിയാപ്പിളന്റെ പത്രാസൊക്കെ കണ്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, വേറെ ഒന്നും അന്വേഷിച്ചുമില്ല. നടക്കട്ടെ ജോറുവാറായി കല്യാണം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായി കാണണം. നമ്മുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കളെ കെട്ടാൻ പോകുന്ന ചെറുക്കന് എന്തൊക്കെയാ വേണ്ടതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാകും. പണമാണോ, പത്രാസാണോ, അല്ലാതെ മറ്റു വല്ലതുമാണോ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാകും. വിവാഹം നടക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു. എല്ലാം ഫാസ്റ്റാണ്. ചെറുക്കൻ പുന്നപ്പറ വലിയ പറമ്പ് നൗഫൽ മൻസിലിൽ മുഹമ്മദ് നൗഫൽ. അങ്ങനെ മത്സ്യത്തൊഴിലാളിയായ അബ്ദുൽ നാസറിന്റെ മകൾ ഫാത്തിമയുമായുള്ള കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ പിറ്റേത്തെ മാസം ബക്രീദാണ്, ബലിപെരുന്നാള്. അങ്ങനെ ബക്രീദ് പ്രമാണിച്ച് ഭർത്താവിനോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയതായിരുന്നു ഫാത്തിമ. എന്നാൽ വീട്ടിലായിരിക്കെ നൗഫലിന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഒരു ഫോൺ കോളിന് പിന്നാലെ ഇവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ തുടർന്ന് ഫാത്തിമ ഭർത്താവിനെ നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഫാത്തിമ ഒരുപാട് ശ്രമിച്ചിട്ടും നൗഫലിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒടുവിൽ നൗഫൽ തിരിച്ചു വിളിച്ചു. ആ തിരിച്ചു വിളിച്ച ഫോൺ കോളിന് പിന്നാലെയാണ് ഫാത്തിമയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. പെരുന്നാൾ രാത്രി ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും വാരിക്കോരിക്കൊടുത്ത് മക്കളെ കെട്ടിച്ചു വിട്ടു. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ? ആ പെണ്ണ് എന്തിനാണ് ഈ കടും കൈ ചെയ്തത്? ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം കുടുംബം വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. മരിക്കണം, മരിച്ചു കഴിഞ്ഞാലേ ഉണരുകയുള്ളൂ. കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും തികഞ്ഞില്ല, അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവനാള് ഭീകരൻ തന്നെ. പ്രിയപ്പെട്ടവരെ, മക്കളെ കെട്ടിച്ചു വിട്ടാൽ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണം. അവരുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ പുലർത്തണം. എന്നാലേ അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മക്കൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ മക്കളെല്ലാം നമ്മളോട് തുറന്നു പറയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി എല്ലാം സഹിച്ചും പുറത്തും അവസാനം സഹി കിട്ടാതെ
അവരിതുപോലെ ചെയ്തു കളയും. വെറും 39 ദിവസം കൊണ്ട് ആ കുട്ടി അനുഭവിച്ചത് മരിക്കാൻ കാരണമായ കൊടും പീഡനങ്ങളായിരുന്നു. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചെറിയ ലോല ഹൃദയമാണ്, ചെറിയ മനസ്സാണ്, നൊന്തുപോയിട്ടുണ്ടാകും. എന്ന് വെച്ച് അങ്ങനെ ചെയ്യണോ എന്ന് ആളുകൾ ചോദിക്കും. ഒരു നിമിഷത്തിൽ തോന്നിപ്പോകുന്നതാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അത് അനുഭവിക്കുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരണ ഉണ്ടാക്കുന്നവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ആ പെണ്ണിന് അത്രേ വില കൽപ്പിച്ചുള്ളൂ. അവര് അപമാനമായിരുന്നു. ആ പെണ്ണിനെ പലയിടങ്ങളിൽ വെച്ചും, ആൾക്കൂട്ടത്തിൽ വെച്ചും, കുടുംബത്തിൽ വെച്ചും, പൊതുസ്ഥലത്ത് വെച്ചും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ. ഉപ്പയുടെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞ് അപമാനിക്കുമത്രേ. മത്സ്യത്തൊഴിലാളിയല്ലേ, ആ ഒരു ജാതിയും പറഞ്ഞ് ആ പെണ്ണിനെ കളിയാക്കുമത്രേ. അതുമാത്രമല്ല, ഏറെ വേദനയായി പോയത്, ആ പാവപ്പെട്ടവൻ മത്സ്യത്തൊഴിലാളി അയാൾ കൊടുത്ത പണവും കയ്യിൽ വെച്ചാണ് ആ പെണ്ണിനെ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നത്. അവനൊരു ചുക്കുമില്ലായിരുന്നു. അവൻ എന്തൊക്കെയോ ഉണ്ടെന്ന് കരുതി മകളെ കെട്ടിച്ചയച്ചു കൊടുത്തു. അവനൊരു ചുക്കുമില്ല, മഹാവഷളൻ, ബോറൻ, സ്വത്തുമില്ല, പണവുമില്ല, കാറുമില്ല, ബംഗ്ലാവുമില്ല, ഒരു സ്ഥാപനത്തിലും ജോലിയുമില്ല. ആലപ്പുഴയിലെ സാധാരണ ഒരു കടയിലെ ജോലിക്കാരനായിരുന്നവൻ. എന്തൊക്കെയോ പറഞ്ഞ്, എന്തൊക്കെയോ കോലങ്ങൾ കാട്ടി നമ്മുടെ മക്കളെ ചോദിച്ചപ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചുപോയി. അവന്റെ കോട്ടും സൂട്ടും, അവന്റെ കാറും, അവന്റെ പത്രാസ് വാക്കുകളും കേട്ട് ഉപ്പയെന്ന നമ്മളുടെ മനസ്സ് ചാഞ്ചാടിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന് ജാതിയും മതവും ദീനും ദുനിയാവും ഉണ്ടോ എന്ന് മാത്രമാണ്. ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ബാക്കിയൊക്കെ പിന്നെ നോക്കിയാൽ മതി. ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും പള്ളിയിലേക്ക് കയറുന്നുണ്ടോ എന്നെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണം. നമ്മുടെ മക്കളാണ്, അന്വേഷിച്ചേ മതിയാവൂ. ലാളിച്ചു കൊഞ്ചിച്ചു ആരംഭിച്ചു വളർത്തിയ നമ്മുടെ മക്കളാണ്, നമ്മുടെ മോളാണ്. ആ മോൾക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. പാവം മോള് നമ്മളൊന്നും നോക്കാതെ ആ മോളെ കെട്ടിച്ചു വിട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കടമയുണ്ട്, നമുക്കൊരു കർത്തവ്യമുണ്ട്. നമ്മുടെ മക്കളെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നത്. നല്ല ആളെന്ന് വെച്ചാൽ എന്താ? അവന്റെ സൂട്ടും കോട്ടും കാറും പണവും പത്രാസും അല്ല. മനുഷ്യനാണോ എന്ന് നമ്മൾ നോക്കണം. നല്ലൊരു ദീനിയാണോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കെങ്കിലും പള്ളിയിൽ കയറുന്നവനാണെന്നെങ്കിലും നോക്കണം. പോയില്ലേ, ആ പാവം മോളുടെ ജീവനും ജീവിതവും അവിടെ പോയി. കുടുംബം ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പീഡനങ്ങളാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ പെണ്ണ് അവിടുന്ന് നേരിട്ടത്. ഈ പെൺകുട്ടി മരിച്ചില്ലെങ്കിലും ആ പെൺകുട്ടിയെ ഇവർ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ ഇത് കേട്ടപ്പോൾ നമുക്കുറപ്പുണ്ട്. ആ പെണ്ണിനെ മാനസിക രോഗിയാക്കാൻ പോലും ഇവർ ശ്രമിച്ചിരുന്നു. ബാധ കയറിയെന്നും പറഞ്ഞ് ഉസ്താദിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി ഒരു നാടകം കളിച്ചിരുന്നു. അങ്ങനെ പല കളിയും കളിച്ചിരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഇവരൊന്നും മനുഷ്യരല്ലേ എന്ന്. എന്താടോ നിങ്ങളൊക്കെ തിന്നുന്നേ എന്ന്. ആ ഭർത്താവായ ആ ചെറുക്കൻ അന്യ ആളുകളുടെ മുന്നിൽ വെച്ച് ആ പെണ്ണിനെ പരിഹസിക്കുമത്രേ. നീ മുക്കുവന്റെ മോനാണ്, കടപ്പുറക്കാരിയാണ്, ഒരു നിലയും വിലയും ഇല്ലാത്തവളാണെന്ന് പറഞ്ഞ് അന്യ ആളുകളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുമത്രേ. 19 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. നമ്മൾ ലാളിച്ചു കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ പൊന്നു മക്കളെ ഏതോ ഒരുത്തൻ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കണം. ജീവിക്കണം, മരിക്കുന്നവരല്ലേ നമുക്ക് ജീവിക്കേണ്ടൂ. അത് നല്ല രീതിയിലുള്ള ജീവിതമായിരിക്കണം. അതിനുവേണ്ടിയുള്ള പണമല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ആ പെണ്ണനുഭവിച്ച വേദനകളും യാതനകളും ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. ഉമ്മയും ഈ ചെറുക്കന്റെ പെങ്ങളും ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. നടന്ന സംഭവം നമ്മുടെ ഇടയിൽ ഇനിയും നടക്കാനിരിക്കുന്ന സംഭവമാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ പാവപ്പെട്ട പെൺമക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. പെണ്ണ് കിട്ടാത്ത കാലഘട്ടമാണ്. പല കോലത്തിലും പല വേഷത്തിലും പല രൂപത്തിലും ആളുകൾ നമ്മുടെ ഇടയിലേക്ക് വരും. കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എനിക്കൊരു പാവപ്പെട്ട കുട്ടിയെയാണ് വേണ്ടത്, എനിക്ക് പാവപ്പെട്ട ഒരു എത്തിയും മക്കളെയാണ് എനിക്ക് വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് സഹതാപം നടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. വിശ്വസിക്കരുത്, അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. എത്തീമായ മക്കളെ കെട്ടുന്നത് പടച്ചറബിൽ നിന്നുള്ള പുണ്യം ലഭിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ ഉദ്ദേശം പടച്ചറബിൽ നിന്നുള്ള സൗഭാഗ്യമൊന്നുമല്ല. ഇവർക്കൊരു പെണ്ണിനെ വേണം, അത്ര തന്നെ. കുറച്ച് നാളത്തേക്ക് ആഗ്രഹങ്ങൾ തീർക്കാൻ, സ്വപ്നങ്ങൾ തീർക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നിങ്ങൾ കാട് കയറി ചിന്തിക്കുന്നത്? കുറച്ചു നാൾ ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. അത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. എല്ലാവരും
ഒരു ഫാത്തിയെങ്കിലും ഓതി ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ പാവം മോള് ഖബറിലെങ്കിലും സന്തോഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.